ഇവിടെ ദേവന്മാരെന്ന് പറഞ്ഞ് ധാരാളം പേരുണ്ട്. ഇതെല്ലാം പരമാർത്ഥമായിട്ടുള്ളൊരു വിധിയാണോ കൽപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യം നമ്മൾ വായിക്കുമ്പോൾ എന്താ പറയുന്നത്? ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം എന്ന് മനുഷ്യർ പറയും. എല്ലാവരും ഇത് പറയുമ്പോഴും എന്താ, ന്യായം വിധിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം ആർക്കും ഇല്ല. അപ്പോൾ ഈ സങ്കീർത്തനത്തെ അടിസ്ഥാനമാക്കി തന്നെ ന്യായവിധിയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, എല്ലാവർക്കും ന്യായവിധിയുണ്ട്. ന്യായമായിട്ടുള്ള വിധി എല്ലാവർക്കും ഉണ്ട്. ന്യായമായിട്ടുള്ള വിധി എല്ലാവർക്കും ഉണ്ട്. ഒന്നാമത് ഉള്ള ന്യായവിധി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന 2 കൊരിന്ത്യർ 5:10 ഒന്ന് വായിക്കാം. നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ വെളിപ്പെടേണ്ടതാകുന്നു. ഇതൊരു ന്യായവിധിയാണ്. ഈ ന്യായവിധി ആർക്കു വേണ്ടിയുള്ള ന്യായവിധിയാ? ദൈവസഭയ്ക്ക് വേണ്ടി, സഭയ്ക്ക് കൊടുക്കുന്ന ദൂതാണ് അല്ലേ? ദൈവസഭയ്ക്കൊരു ന്യായവിധിയുണ്ട് എന്ന് പറഞ്ഞാൽ സഭയ്ക്കൊരു പ്രതിഫലം കൊടുക്കുന്ന, ഞാൻ ആ വാക്യങ്ങളെല്ലാം ഇന്ന് എടുക്കുന്നില്ല, സഭയ്ക്ക് വലിയൊരു പ്രതിഫലം കൊടുക്കുന്ന ഒരു ന്യായമായിട്ടുള്ള വിധിയുണ്ട്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും മോശമാണെങ്കിലും അതിന് തക്കത് പ്രാപിപ്പാൻ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ വരണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്നുള്ള ഒരു ന്യായവിധി നടക്കുന്നത് ദൈവമക്കൾക്ക് വേണ്ടിയുള്ളതാണ്. ദൈവമക്കൾക്ക് പ്രതിഫലം കൊടുക്കുന്ന ദിവസമാണ്, കിരീടങ്ങൾ കൊടുക്കുന്ന ദിവസമാണ്. ഏതൊക്കെ കിരീടം അറിയാം? വാടാത്ത കിരീടമുണ്ട്. വാടാത്ത കിരീടം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ തളരാതെ വാടാതെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കുമുള്ള വിശ്വാസികൾക്കുള്ള കിരീടമാണ് വാടാത്ത കിരീടം. ജീവകിരീടം ആർക്ക് വേണ്ടിയുള്ളതാ? മരണപര്യന്തം വിശ്വസ്തമായിരിക്കുക, എന്നാൽ കർത്താവ് നമുക്ക് ജീവകിരീടം നൽകും. പിന്നെന്താ? പ്രശംസാ കിരീടമുണ്ട്. അതാർക്ക് വേണ്ടിയുള്ളതാ? ഞാൻ ചുരുക്കി അങ്ങ് പറയുക. ഇതാർക്ക് വേണ്ടിയുള്ളതാ? പ്രശംസയുടെ കിരീടം. പൗലോസ് പറയുന്നത് അവിടെയുള്ള വിശ്വാസികളെ കണ്ടുകൊണ്ട്, ഞങ്ങളുടെ പ്രശംസാ കിരീടം നിങ്ങളല്ലയോ. പ്രശംസാ കിരീടം ആർക്ക് വേണ്ടിയുള്ളതാ? അത് ആത്മാക്കളെ നേടുന്നു. ഒരു ആത്മാവിനെയെങ്കിലും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർക്കന്ന് പ്രശംസാ കിരീടം ലഭിക്കും. പൗലോസൊക്കെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും ഇല്ലേ? എത്രയോ ആത്മാക്കളെയാ പൗലോസ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആത്മനേട്ടക്കാർക്കുള്ള സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും, വിശ്വാസികളെല്ലാം സുവിശേഷന്മാരാ, നമുക്കെല്ലാവർക്കും ഉള്ള കിരീടമാണ് പ്രശംസയുടെ കിരീടം. വാടാത്ത കിരീടം എന്ന് പറഞ്ഞാൽ ആർക്കുള്ളതാ? തളരാതെ വാടാതെ, ഇയ്യോബിനെ പോലെ പ്രശ്നങ്ങൾ പലതും വന്നു. ആരുടെ പ്രശ്നം? ആരാ പ്രശ്നം ഉണ്ടാക്കിയത്? സാത്താൻ. സാത്താൻ ദൈവത്തോട് അനുവാദം മേടിച്ച് അവന്റെ കുടുംബം കലക്കാനിട ചെന്നുവാ അല്ലേ? ദൈവത്തോട് അനുവാദം മേടിച്ചിട്ട് ദൈവത്തോട് അനുവാദം മേടിക്കാതെ ദൈവമക്കളെ തകർക്കാൻ ഒരു ശക്തിക്കും, ഒരു മന്ത്രവാദത്തിനും, ഒരു തന്ത്രത്തിനും, ഒരു തന്ത്രശാലിക്കും കഴിയില്ല. ഒരു ശക്തനും കഴിയില്ല, ഒരു രാജാക്കന്മാർക്കും കഴിയില്ല. അവിടെയാണ് നമ്മുടെ വിജയം. ഈ ലോകത്തിൽ ധൈര്യശാലികൾ എന്ന് പറഞ്ഞാൽ ആരാ ഉള്ളത്? ആരാ? ദൈവമക്കളാ.
അവര് പകരം വീട്ടാതെയും പകരം അടിക്കാതെയും പകരം ഉപദ്രവിക്കാതെയും ഇരിക്കുന്നതിന്റെ കാരണം എന്താ? അവര് പൊട്ടന്മാരായിട്ടല്ല, അവര് കഴിവില്ലാത്തവരായിട്ടല്ല, പക്ഷെ അവരെന്താ? ദൈവത്തിന്റെ വചനം സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്. ഇയ്യോബ് ഒരിക്കൽ പറഞ്ഞില്ലേ, എന്താ? എന്റെ ജാമ്യക്കാരൻ സ്വർഗത്തിലുണ്ട്, എന്റെ അഡ്വക്കറ്റ് സ്വർഗത്തിലുണ്ട്. ഇത് അറിഞ്ഞുകൊണ്ട് ബുദ്ധിമാന്മാർ എന്ത് ചെയ്യും? പ്രതികാരം ഒന്നും ചെയ്യില്ല, അല്ലേ? അവർ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കും, അവിടെ ദൈവം മറുപടി കൊടുക്കും. ദൈവം മറുപടി. നമ്മുടെ ദൈവമക്കളുടെ ഒരു തുള്ളി കണ്ണുനീര് നിലത്ത് വീഴേണ്ടതായിട്ട് വന്നാലേ അത് പ്രതിഫലം, ഇവിടെ സങ്കീർത്തനം പറയുന്നത് എന്തുവാ? പ്രതിഫലമുണ്ട് നിശ്ചയം എന്ന. പ്രതിഫലം ഇല്ലാതെ പോകയില്ല. നമ്മളെല്ലാം അനുഭവസ്ഥരങ്ങനെ. ചില പ്രതിസന്ധി ഘട്ടത്തിലും പ്രതികൂലത്തിൻ്റെയും രോഗത്തിൻ്റെയും വലിയ പീഡകളുടെയും മധ്യത്തിൽ നമ്മൾ എപ്പോഴൊക്കെ നിലവിളിച്ചിട്ടുണ്ടോ ആ നിമിഷങ്ങളിലെല്ലാം സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ഉത്തരം അറിയിട്ടുണ്ട്. നമ്മളെ വഴി നടത്തിയിട്ടുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ വഴി നടത്തിയിട്ടുണ്ട്, നമ്മുടെ ഭാര്യമാരെ നടത്തിയിട്ടുണ്ട്, ഭർത്താക്കന്മാരെ നടത്തിയിട്ടുണ്ട്. നമുക്കുള്ള സകലത്തിന്മേലും ദൈവത്തിന്റെ ദൃഷ്ടി എപ്പോഴും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ മുൻപോട്ട് പോകുന്ന ഏതൊരു ദൈവവൈതലും എന്താ? അവൻ കഷ്ടതയുടെ നടുവിൽ ഈയോ പറഞ്ഞതുപോലെ എന്താ? നാം ഇതുവരെയും അവങ്കിൽ നിന്ന് നന്മ അനുഭവിച്ചില്ലയോ? അല്പം തിന്മ കൈക്കൊള്ളുവാൻ നമ്മൾ മടിക്കുന്നത് എന്താണ്? നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നുവോ? ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ വിശ്വാസം പ്രതികൂലത്തിന്റെ നടുവിൽ അവന്റെ വിശ്വാസം ഉറപ്പിച്ചു നിർത്തുന്നതാണ്. അവർക്ക് ദൈവം കൊടുക്കുന്ന കിരീടമാണ് വാടാത്ത കിരീടം. ആ വാക്യം ഒന്ന് വായിക്കാവോ? വായിച്ചു. അത് ജീവകിരീടമാണ്, വാടാത്ത കിരീടം. ഹല്ലേലൂയ. ആ വാക്യം പറഞ്ഞു 1 കൊരിന്ത്യർ 9:25. ഒന്ന് ശബ്ദത്തിൽ വായിച്ചു. അംഗം പൊരുതുന്നവൻ. ഒരു പോരാട്ടമുണ്ട് നമുക്ക്, അല്ലേ? എവിടുന്നാ പോരാട്ടം വാദി വരുന്നത്? എവിടുന്നാ? കുടുംബക്കാർ തന്നെ നമുക്കെതിരാകും, കുടുംബം തന്നെ നമുക്കെതിരാകും. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും എന്താ നമുക്കെതിരായി നിൽക്കുന്ന കാണാം, അല്ലേ? സാധാരണ ഈ പ്രവാചകനോട് പറഞ്ഞത്, നീ കുശവൻ്റെ വീട്ടിൽ ചെല്ലുക. കുശവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കുശവൻ ചക്രത്തിന്മേൽ വേല ചെയ്യുന്ന കാണാം. ചക്രത്തിന്മേൽ വേല ചെയ്യുന്ന കാണുമ്പോൾ ചക്രം എന്താ? കറങ്ങിക്കൊണ്ടിരിക്കുക, ഒരു വലിയ കറക്കത്തിലാണ്. ഇത് കറക്കുന്ന എന്തിനു വേണ്ടിയാ? അത് നല്ല പണിതെടുക്കുക. അത് ആ കറക്കുന്നെങ്കിൽ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കുശവൻ എന്താ? അവൻ്റെ ഒരു കൈ ഈ കറക്കത്തിൽ ഈ മണ്ണ് അല്ലെങ്കിൽ ഈ മൺപാത്രം തെറിച്ചു പോയി ഉടഞ്ഞു പോകാതിരിക്കുവാൻ അവൻ്റെ ഒരു കരത്തിൻ്റെ ഒരു സ്പർശനം അവിടെയുണ്ട്, അല്ലേ? കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കരം അവിടെയുണ്ട്. അപ്പം വലിയ പ്രതിസന്ധിയുടെ കറക്കവും പ്രതികൂലങ്ങളും നമ്മുടെ ചിന്തയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിന് വിപരീതമായി പല വിധത്തിൽ വരുമ്പോൾ നാം അറിയണം, അദൃശ്യമേറിയ ഒരു കരം, സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ദൈവവൈതലെ നിന്നെ താങ്ങുന്നുണ്ട്, നിന്നെ പരിപാലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമ്മൾ എല്ലാവരും സ്വയം കൊച്ചിലെയാണെങ്കിലും സ്വയം കറങ്ങിയിട്ടുള്ളതാണ്, അല്ലേ? ഏതാ? നമ്മളിപ്പോൾ രണ്ടുപേരും നിൽക്കുക, നമ്മുടെ ആൾക്കാരും വീട്ടും അപ്പനും അമ്മയൊക്കെ അടുത്ത് നിൽക്കുക. അങ്ങനെ ഇരിക്കും. നമ്മൾ ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ നമ്മൾ ഒന്നിച്ച് ഇങ്ങനെ നിൽക്കുന്നവരാണ്. പക്ഷെ ഇങ്ങനെ കറങ്ങുന്ന അവസരത്തിൽ നല്ലപോലെ കറങ്ങുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബാലൻസ് തെറ്റും, അത് വേറെ കാര്യം. വേറൊരു സംഭവം, തല ചുറ്റുമ്പോഴാണല്ലോ ഈ ബാലൻസ് തെറ്റുന്നത്, അല്ലേ? തല ചുറ്റും, ബാലൻസ് തെറ്റും, അത്രേ അറിയത്തുള്ളൂ. അവര് കറങ്ങുന്ന പോലെ തോന്നും, അല്ലേ? അവരെങ്ങോട്ട് കറങ്ങുന്നതായിട്ട് തോന്നും?
അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഇങ്ങനെ കറങ്ങുമ്പോൾ അതുവരെ നമ്മോട് കൂടെ എന്ന പാർട്ടികളെല്ലാം നമുക്കെതിരായിട്ട് കറങ്ങുന്നത് കാണാം, അല്ലേ? അങ്ങനെയല്ലേ സാധാരണ കാണുന്നത്? അതോ അവർ നമ്മളോട് കൂടെ കറങ്ങുന്നതായിട്ട് കാണുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠമാണ്. നമ്മൾ കറങ്ങുമ്പോൾ നമുക്ക് പ്രശ്നം വരുമ്പോൾ പാർട്ടികൾ നമ്മുടെ അടുത്ത് നിന്ന പല പാർട്ടികളും നമുക്ക് എതിരായിട്ട് നിൽക്കും. ഹല്ലേലൂയ. ഈ സന്ദർഭത്തിൽ ഒരു കാര്യം ഓർക്കണം. ആ കുശവനാകുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരം നമ്മെ പരിപാലിപ്പാൻ നമ്മോട് കൂടെയുണ്ട്, നമ്മളെ വഴി നടത്തുവാൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അവൻ ഒരു നാളും നമ്മളെ കൈവിടുകയില്ല. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. നിനക്ക് എന്ത് പ്രശ്നം വന്നാലും, നിന്റെ പ്രതികൂലങ്ങൾ നിനക്കെതിരെ വന്നാലും, നീ പ്രതീക്ഷിക്കുന്ന പലരും നിനക്കെതിരെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിനക്കെതിരെ വമ്പ് പറയുമ്പോൾ, നിനക്കെതിരെ ഗൂഢാലോചന നടത്തുമ്പോൾ, നിനക്കെതിരെ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ, നീ ദൈവവൈതലാണ്, നീ ഭയപ്പെടേണ്ട, നിന്നോടുകൂടെ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്നു പരമാർത്ഥമായവൻ, ഒരു നാളും എന്നെ ഉപേക്ഷിക്ക പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. എന്തെല്ലാം വന്നാലും പിന്നാലെ സന്തോഷ യാത്ര ചെയ്യും. ആമേൻ. എന്തെല്ലാം വീട്ടാതിൽ കേദിപ്പാനിൽ ലൊന്നും ആശ്വാസദേശമൻ മുൻപിലുണ്ട്. മിസ്രൈമിൻ വീട്ടാതിൽ ഖേദിപ്പാൻ ഇല്ലൊന്നും ആശ്വാസദേശമൻ മുൻപിലുണ്ട്. ആമേൻ. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്നു പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്ക എന്തെല്ലാം എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ വാടിപ്പോകരുത്. പ്രശ്നങ്ങൾ പലതും വരും, പ്രതികൂലങ്ങൾ നമുക്കെതിരായി പലതും വരും. നമ്മുടെ ചിന്തയ്ക്ക്, നമ്മുടെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ടുള്ള ചിന്തകളും പ്രവൃത്തികളും പോരാട്ടങ്ങളും ഉണ്ടാകും. നമ്മളെല്ലാം നിൽക്കുന്നത് പോർക്കളത്തിലാണ്. പോർക്കളം. ഈ പോർക്കളം എന്ന് പറഞ്ഞാൽ അത്ര സുഗമമായിട്ടുള്ള ഒരു സ്ഥലമൊന്നും അല്ല, ഇല്ലേ? പോർക്കളം ഉണ്ടോ? ആണോ? സുഖമുള്ള സ്ഥലമാണോ? അവിടെ എന്തൊക്കെയുണ്ട്? യുദ്ധങ്ങളുടെയും ശബ്ദം കേൾക്കാം. യുദ്ധങ്ങളാൽ പൊട്ടിത്തെറിക്കുന്ന പല അവശിഷ്ടങ്ങളെയും ചില്ലുകൾ അവിടെയുണ്ട്. വളരെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമുക്ക് ഒരു ചുവട് മുൻപോട്ട് വെക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകും. കാലിന് മുറിവുകൾ ഉണ്ടാകും. രക്തത്തിന്റെ പാടുകൾ അവിടെ കാണാം. എന്ന് പറഞ്ഞാൽ സുഗമമായിട്ട് നമുക്ക് യാത്ര ചെയ്യുവാൻ പറ്റില്ലാത്ത ഒത്തിരി മേഖലകളുണ്ട് ഈ പോർക്കളത്തിൽ. എന്നാൽ ഈ പോർക്കളത്തിൽ നിൽക്കുമ്പോൾ യുദ്ധവീരനായ യഹോവ എന്നോട് കൂടെയുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട്, കർത്താവ് നമ്മളെ കൈവിടില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് നാം മുൻപോട്ട് പോകുന്നുവെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നീതിയുടെ ഒന്ന് വായിച്ചേ വാക്യം. 2 തീമോഥെയോസ് 4:8 വായിക്കേ. അത് കുറച്ചുകൂടെ മുകളിലോട്ട് വായിച്ചു. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു.
ആ ആ ആ ആ ഇതാർക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാ? നല്ല നീതിയോടെ പോരാടുന്നവർക്ക്. നീതിയോടെ പോരാടും. നല്ല ഈ സാധാരണ നമ്മൾ എവിടെങ്കിലും ആരെങ്കിലും മരിച്ചാൽ എല്ലാ ഫ്ലെക്സിലും എഴുതി വെച്ചേക്കും, എന്താ? ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ഇത് ആര് പറയേണ്ടതാ? ആര് പറയേണ്ടതാ? ഈ ബോധ്യം ആർക്കുണ്ടാകേണ്ടതാ? ഇത് സ്വയം നമ്മുടെ ജീവിതത്തിലുണ്ട്. പൗലോസ് മരിച്ചു കഴിഞ്ഞ് ഇങ്ങനെ എഴുതി വെച്ചേക്കാനല്ല പറഞ്ഞത്, ആണോ? പൗലോസ് ഒന്ന് തിരിഞ്ഞു നോക്കി തൻ്റെ ജീവിതത്തിൽ. താന് പിടിച്ചു എന്ന് നിരൂപിക്കുന്നില്ല, പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നതേ ഉള്ളെന്ന് പറഞ്ഞു. അവസാനം തൻ്റെ നിര്യാണം അടുത്തെന്ന് കണ്ടപ്പോൾ താനൊന്ന് തിരിഞ്ഞു നോക്കി, ഒന്ന് പിന്തിരിഞ്ഞു നോക്കി. തൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിന്, ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് വിട്ടെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? തനിക്ക് മനസ്സിലായി. തൻ്റെ ജീവിതത്തിൽ വന്ന ബലഹീനതകളെല്ലാം ദൈവം ക്ഷമിച്ചു. അതുപോലെ തനിക്ക് മനസ്സിലായി താൻ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ വാക്കാ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അപ്പോ നല്ല പോർ പൊരുതി നീതിയോടെ പോർ വരും. നീതി ഉണ്ടായിരിക്കണം. നമ്മൾ പോരാട്ടമുണ്ട്. പിശാചിനോട് പോരാടുമ്പോൾ നമ്മളിൽ എന്തുണ്ടാകണം? നീതി ഉണ്ടാകണം. വേണോ? നീതി ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? നീതി ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? അവിടെ കയറി പിശാച് പിടിക്കും. ഞാനിങ്ങനെ ഒരു പാഷന്റെ പേരൊന്നും പറയുന്നില്ല, പാഷ ഇന്നില്ല, ഇവിടെ മരിച്ചുപോയി. ഒരു പൈശാചികം ബാധയുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പെൺകുട്ടി എഴുന്നേറ്റു. എല്ലാവരും എഴുന്നേക്കാൻ പറഞ്ഞു. എല്ലാവരും ആരാധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ ആരാധനയുടെയൊക്കെ മധ്യത്തിൽ ഭൂതം അലറി ഓടുന്നത് സ്വാഭാവികമാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. പിശാച് വിട്ടു പോയിട്ടുണ്ട് നമ്മൾ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ആരാധന നടത്തിയപ്പോൾ. അപ്പോൾ ഇവിടെ യേശുനാമത്തിൽ പോ പിശാചേ, സത്യം ചെയ്ത് പോ പിശാചേ, യേശുനാമത്തിൽ എന്ന് പറഞ്ഞപ്പോൾ യേശുനാമത്തിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ അവസാനം പോ പിശാചേ എന്ന് പറഞ്ഞപ്പോഴേ ഈ അവിടുത്തെ ഒരു അറിയപ്പെട്ടൊരു ഭാഷ കേട്ടോ, ഞാനും അടുത്ത് നിൽപ്പുണ്ട്. ഈ ഭൂതം ബാധിച്ച ഈ സഹോദരി എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഒരു ശബ്ദം കേൾക്കാം. ഞാൻ അടുത്ത് നിൽപ്പുണ്ട്. ഞാൻ കണ്ണടച്ചുകൊണ്ടല്ല നിന്നത്, കാരണം ഞാൻ കണ്ണു തുറന്നുകൊണ്ടായിരുന്നു. ചില സന്ദർഭത്തിൽ കണ്ണടച്ച് പ്രാർത്ഥിക്കരുത്. ഒരൊറ്റ അടിയാ ചെവിക്കല്ലിട്ട്. അടിയുടെ ശബ്ദം കേട്ട ആൾക്കാരെല്ലാം നോക്കിയതിന് പുള്ളി ചമ്മിപ്പോയി. അടി കിട്ടി. വേറൊരു സുവിശേഷകൻ, അപ്പോൾ ഒരു സ്ഥലത്ത് ഭൂതം വിട്ടുപോകാനായിട്ട് വിശ്വാസികളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥന ഉപവാസമാണ്. അപ്പം പിശാച് വിട്ടുപോയില്ല. അപ്പോൾ ഇവിടെ ഒരു അറിയപ്പെട്ട കൺവെൻഷൻ പ്രസംഗൻ, ഭയങ്കര അത്ഭുത ശുശ്രൂഷ ഉണ്ട് എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ പ്രസംഗൻ ഇവിടെ ഉണ്ട്. ആ പുള്ളി ഇന്നില്ല കേട്ടോ. ആ പുള്ളി വേറൊരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അപ്പോൾ ആക്സിഡൻ്റൊക്കെ എല്ലാവർക്കും ഉണ്ടാകാം, അത് ദൈവമൊക്കെ ഉണ്ടാകാം. അതിനൊന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അവസാനം ഈ പുള്ളിക്കാരനെ ഈ ഇന്നടുത്ത് പ്രാർത്ഥനയ്ക്ക് പാർഷകൂടെ വരണം, ഒരു ദിവസം പാർഷ സംബന്ധിക്കണമെന്ന് പറഞ്ഞ ഈ വലിയ അറിയപ്പെട്ട തമിഴ്നാട്, അതുപോലെ കർണാടക സ്റ്റേറ്റ്, കേരളം, വടക്കേന്ത്യ പല സ്ഥലങ്ങൾ, ആന്ധ്ര, എല്ലായിടത്തും അറിയപ്പെട്ടൊരു ഭാഷ. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോയി. നമ്മുടെ കൊച്ചിയിൽ നടന്ന സംഭവമാണ്. കൂട്ടിക്കൊണ്ട് പോയി അവിടെ കയറി ചെന്ന ഉടൻ തന്നെ ഈ ഭൂതം ബാധിച്ച ഈ പെൺകുട്ടി എന്ത് ചെയ്യുന്നറിയാമോ? ഈ സ്ത്രീയാണെന്ന് തോന്നുന്നു. ഇവരോടിച്ചെന്ന് ആ പുള്ളി അങ്ങ് കെട്ടിപ്പിടിച്ചു. നീ എവിടെ ആയിരുന്നു ഇത്രയും നേരം? ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് മടുക്കുകയായിരുന്നു, ഇപ്പം നമ്മൾ രണ്ടും ഒന്നല്ലേ എന്ന്. അപ്പോൾ ഈ പുള്ളിയിൽ ഉള്ള ആത്മാവ് എന്താണെന്ന് ആർക്കും അറിയാം? പിശാചിനറിയാം. നമ്മളൊരു പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ, നമ്മൾ ഒരു പൈശാചിക ശക്തിക്കെതിരായിട്ട് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നമ്മളിൽ എന്തുണ്ടായിരിക്കണം? നീതി ഉണ്ടായിരിക്കണം. നമ്മുടെ നീതികേട്, നമ്മളെ കൊണ്ട് നീതികേട് ചെയ്യിക്കുന്നവനാ.
അവനത് ചെയ്യിച്ചിട്ട് അവസരം കാത്തിരിക്കുക നമ്മുടെ തലക്കെട്ടടിക്കാൻ. മനസ്സിലായോ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ഈ വലിയ വലിയ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ അല്പം ചൂടായൊക്കെ സംസാരിക്കും, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒക്കെ അമ്മച്ചിയോടോ അപ്പനോടൊന്നും പറഞ്ഞിട്ടില്ല, അമ്മച്ചിയോടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇച്ചിരി കുശൃതിയൊക്കെ പറഞ്ഞിട്ട് ആണ് അന്ന് അവിടെ പ്രാർത്ഥനയ്ക്ക് പോയെങ്കിൽ ഞാൻ ഫ്രണ്ടിലോട്ടൊന്നും പോവുകയില്ല. ഞാൻ ഏറ്റവും പുറകിൽ പോയിരിക്കുകയുള്ളൂ. വെറുതെ എന്തിനാ പിശാചിൻ്റെ അടികൊള്ളുന്നത്? അപ്പം നമ്മളിൽ എന്തുണ്ടാകണം? നീതി ഉണ്ടാകണം. അപ്പോൾ നല്ല പോരാടുന്നവർക്ക് എന്തുണ്ട്? നീതിയുടെ കിരീടം ലഭിക്കും. ഒന്ന് ശ്രദ്ധിച്ചേ, വാടാത്ത കിരീടം ആർക്ക് വേണ്ടിയാ? പോരാട്ടത്തെ അതിജീവിച്ച് ജയിച്ച് ജയാളിയായിട്ട് നിൽക്കുന്നവർക്ക് വാടാത്ത കിരീടം എന്ന് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കൽ വെളിപ്പെടേണ്ടി വരും. അന്ന് വാഴാത്ത കിരീടം. നീതിയുടെ കിരീടം ആർക്ക് വേണ്ടിയാ? നീതിയുള്ള പോരാട്ടം. നമ്മൾ പോരാടുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ദൈവവേല ചെയ്യുമ്പോൾ അതിനകത്തൊരു ദൈവിക നീതി ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ എന്താ? അവർക്ക് നീതിയുടെ കിരീടം കിട്ടും. പിന്നെ അടുത്ത വായിച്ചു. വെളിപ്പാട് ദിവസം 3-ാം അധ്യായത്തിന്റെ മരണപര്യന്തം വിശ്വസ്തമായിരിക്കുന്ന സകലർക്കും ഉള്ളതാ എന്താ? ജീവകിരീടം. ഒരാളെ സ്നാനപ്പെട്ട് വരുന്ന അവസരത്തിൽ അവസാനമായി നമ്മൾ ആ വ്യക്തിയുടെ സ്നാനപ്പെടുത്തുന്ന വ്യക്തി, ഈ സ്നാനപ്പെടുത്തുന്ന പാഷ് ആ സ്നാനപ്പെട്ട വ്യക്തിയുടെ തലയ്ക്ക് വെച്ച് അവസാനം എന്തു പറയും? എന്ത് പറയും? മരണപര്യന്തം വിശ്വസ്തമായിരിക്കുക, എന്നാൽ കർത്താവ് നിനക്ക് ജീവകിരീടം നൽകും. മരണപര്യന്തം വിശ്വസ്തമായി നിൽക്കുന്ന, മരിക്കത്തക്ക പ്രശ്നം വരുമ്പോഴും, മരണത്തോട് മല്ലടിക്കുമ്പോഴും, മരിക്കേണ്ട പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ വിശ്വസ്തരാണെങ്കിൽ അവരുടെ എല്ലാവരുടെയും ശിരസിന്മേൽ ഒരു ജീവന്റെ കിരീടം ഉണ്ടാകും. ഇനി വേറെ കിരീടം, തേജസ്സിന്റെ. വായിച്ചു, വാക്യം പറഞ്ഞു. 1 പത്രോസ് 5-ന്റെ ഞാൻ വാടാത്ത കിരീടം വേറൊരിടത്തുണ്ട്, മുമ്പേ നമ്മൾ വായിച്ചതാണല്ലോ അല്ലേ? എവിടെയാ? തീമോഥെയോസിന്റെ ലേഖനത്തിൽ ഇല്ലേ? അവിടെ വാടാത്ത കിരീടം. ഇത് തേജസ്സിന്റെ വാടാത്ത കിരീടം. ഇതാർക്ക് വേണ്ടിയുള്ളതാ? ഒന്നുകൂടെ വായിച്ചേ, നമുക്കത് മനസ്സിലാകാം. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഇതാർക്ക് വേണ്ടിയുള്ളതാ? ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി നിൽക്കുന്ന പാഷന്മാർക്കുള്ളതാ, ഇടയന്മാർക്കുള്ളതാ. ഈ പാഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒന്നുമല്ല കേട്ടോ. പാഷം എന്ന് പറഞ്ഞാൽ ഇടയൻ അല്ലേ? ഇടയൻ എന്നുള്ള അർത്ഥമേ ഉള്ളൂ, അല്ലാതെ ഞാൻ പോഷ കേട്ടോ. ചിലർക്ക് ചോദിക്കുന്നത് ചില ബ്രദറെന്ന് വിളിച്ചാൽ അവർക്ക് ഇഷ്ടമില്ല, ഞാൻ പാഷാണെന്ന് പറയും. സഹോദരാന്ന് വിളിച്ചാൽ അവർ പറയും ഞാൻ സഹോദരനൊന്നും അല്ലെന്ന് പറയും, ഞാൻ പാഷാണെന്ന് പറയും. ഈ പാഷ എന്നുള്ള വിളിയേക്കാൾ ശ്രേഷ്ഠമാണ് സഹോദരൻ എന്നുള്ള വിളി അല്ലേ? അതെ, ഇതൊക്കെ അംഗീകരിക്കണമെന്നേ. ഇതൊക്കെ അംഗീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്രിസ്ത്യാനിയായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിന്റെ വാടാത്ത കിരീടം. മറ്റേ വാടാത്ത കിരീടത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. തേജസ്സിന്റെ വാടാത്ത കിരീടം. തേജസ്സിന്റെ വാടാത്ത കിരീടം ആർക്ക് വേണ്ടിയുള്ളതാ? ഇടയന്മാർക്ക് വേണ്ടിയുള്ളത്. അതെന്ത് എങ്ങനെ ഉള്ളവർക്കാ? ആട്ടിൻകൂട്ടത്തിന്, ദൈവസഭയ്ക്ക് മാതൃകയായി അവൻ ഏതെങ്കിലും വിധത്തിലുള്ള, ഇപ്പോൾ ഒത്തിരി എണ്ണത്തിനെ പിടിച്ചുകൊണ്ടിരിക്കുക, ഞാൻ പോട്ടെ, നമ്മുടെ വിഷയമല്ല. ആരെങ്കിലും എന്തെങ്കിലും കുറ്റത്തിൽ പിടിക്കുന്നു എന്നുള്ളതിനാൽ നമ്മൾ അവരോട് നിങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ അവഹേളിക്കേണ്ട കാര്യമില്ല. എന്നാൽ ആട്ടിൻകൂട്ടത്തിന് മാതൃകയായിരുന്നുകൊണ്ട് ദൈവത്തിന്റെ ഹിതമാവണ്ണം മനഃപൂർവമായും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല,
ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഇതാർക്ക് വേണ്ടിയുള്ളതാ? ഇത് പാസ്റ്റേഴ്സിനുള്ളത്. പ്രശംസാ കിരീടം ആർക്ക് വേണ്ടിയുള്ളതാ? എല്ലാവർക്കും വേണ്ടിയുള്ള. സുവിശേഷം അറിയിക്കുന്ന നമ്മളൊരു വ്യക്തിയോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, എന്നേ ഒരു സുവിശേഷം പറഞ്ഞാൽ മതി, ഒരു ദൈവികമായിട്ടുള്ളൊരു കാര്യം അവനോട് പറഞ്ഞാൽ മതി. നമ്മുടെ സ്നേഹിതരോടോ നമ്മുടെ അയൽവാസിയോടോ ആരോടെങ്കിലും നമ്മുടെ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ പറഞ്ഞാൽ മതി. അവർക്കെല്ലാം ഉള്ള കിരീടമായി എന്താ? പ്രശംസാ കിരീടം. ജീവന്റെ കിരീടം ആർക്ക് വേണ്ടിയുള്ളതാ? മരണപര്യന്തം വിശ്വസ്തമായിരിക്കണം എന്ന് പറഞ്ഞാൽ പിന്മാറി പോകരുതെന്ന് അവർക്കുള്ളതാണ്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള കിരീടങ്ങൾ ഇപ്പം എത്ര കിരീടം നമ്മൾ ചിന്തിച്ചു? 5 കിരീടം ചിന്തിച്ചു. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ടേ, ഈ നീറോ ചക്രവർത്തിയുടെ കാലത്തെ അദ്ദേഹം ക്രിസ്ത്യാനികളുടെ മേൽ കുറ്റം കണ്ടുപിടിക്കാൻ, ഇന്നും അങ്ങനെയുള്ള പ്രവണതയുണ്ട്. എന്തെങ്കിലും നമുക്കറിയാം, വടക്കേന്ത്യയിലും കണ്ട് ഒരു സന്യാസി മരിച്ചു. അത് വടക്കേന്ത്യയിലെ വിശ്വാസികൾ തല്ലിക്കൊന്നാണെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളുടെ മേലുള്ള വീട് ഇന്നും അവസാനിപ്പിച്ചിട്ടില്ല നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണകർത്താക്കന്മാർ. നമുക്കറിയാം, ഒരു ബൈബിൾ എടുത്ത വിശ്വാസത്തിന് വേണ്ടി പോകുന്ന ഒരുവൻ മറ്റൊരു മതത്തിൻ്റെ നേതാവിനെ ആക്രമിക്കുകയോ അടിക്കുകയോ പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്യില്ല. നമുക്കറിയാം അല്ലേ? അതാരാണെങ്കിലും, ഇനി ആദിവാസികളിൽ നിന്ന് വന്ന വ്യക്തിയാണെങ്കിലും വിശ്വാസി വന്ന വ്യക്തിയാണെങ്കിലും അവരാരെയും കൊല്ലാനായിട്ടൊന്നും പോവുകയില്ല. അപ്പോൾ നീറോ ചക്രവർത്തിയുടെ കാലത്തും നമുക്കറിയാം, കുറച്ച് കുടിലുകളെ തൻ്റെ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ ധാരാളം കുടിലുകൾ ഉണ്ടായിരുന്നു. ഈ കുടിലുകളൊക്കെ തൻ്റെ കൊട്ടാരത്തിൻ്റെ ഭംഗിക്ക് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കി ഒരു രാത്രിയിൽ താൻ എന്ത് ചെയ്തു? ഈ കുടിലുകളിലെല്ലാം തീ വെച്ചു. ഒത്തിരി പേരെ അങ്ങ് കൊന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇതവിടുത്തെ ക്രിസ്ത്യാനികൾ ചെയ്തതാണെന്ന് പറഞ്ഞ് ക്രിസ്തീയ വീട് അങ്ങോട്ട് ആരംഭിച്ചു. ധാരാളം വ്യക്തികളെ ക്രൂശിച്ചു. ധാരാളം പേരെ തീ കൊളുത്തി കൊന്നു. ക്രിസ്ത്യാനികളെ ഇങ്ങനെ നിരനിരയായിട്ട് നിർത്തുക. തൻ്റെ പൂന്തോട്ടത്തിൽ വെട്ടം കിട്ടാൻ വേണ്ടി ക്രിസ്ത്യാനികളുടെ ശരീരത്തിന്മേൽ തുണി ചുറ്റിയതിന് ശേഷം കീലൊഴിച്ച് ഇങ്ങനെ വളരെ അകലെ 2 സൈഡിലും നിർത്തി കത്തിക്കുകയാണ്. ഇതിൻ്റെ നടുവിലൂടെ പുള്ളി ആ പ്രകാശത്തിൽ സഞ്ചരിച്ചു. ആശ്ചര്യമായി നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ പ്രകാരം ആ ക്രിസ്ത്യാനികൾ ഈ ദുഷ്ടൻ പോലും നടക്കാൻ വേണ്ടി എരിഞ്ഞടങ്ങി. നീറോ ചക്രവർത്തി ചെയ്തതാണ്. അങ്ങനെ താന് ഒരുവനെ കുറച്ച് ക്രിസ്ത്യാനികളെ തണുത്ത ഐസ് വെള്ളത്തിൽ വലിച്ചെറിഞ്ഞ് അവരോട് ആദ്യം പറയും, നിങ്ങൾ യേശുവിനെ ഉപേക്ഷിക്കണം. യേശുവിനെ ഉപേക്ഷിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളെ ഈ കുളത്തിൽ ഇട്ടുകളയും. അങ്ങനെ 100 പേരെ ഒന്നിച്ച് ആ കുളത്തിൽ ഇടാനായിട്ട് പടയാളികളെ പറഞ്ഞു വിട്ടു. പടയാളികൾ അവരോട് പറഞ്ഞു, ഈ കുളത്തിൽ നിങ്ങൾ യേശുവിനെ ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി അവിടെ നല്ല ചൂടേറിയ അനുഭവമുണ്ട്, നിങ്ങൾക്ക് ഒത്തിരി പ്രതിഫലം അവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഒത്തിരി നന്മകളുണ്ട്, അതെല്ലാം യേശുവിനെ ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് തരും. ഉടൻ തന്നെ ഈ 100 പേരെ കൊണ്ടുവന്നു. ഈ 100 പേരും എന്ത് ചെയ്തു? യേശുവിനെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ് ഈ കുളത്തിലേക്ക് ഇറക്കി. ഈ ഐസ് പോലെയുള്ള വലിയ തണുത്ത കുളത്തിലേക്ക് ഇറക്കി. അത് സഹിച്ചവർ നിന്നു, മരണപര്യന്തം നിന്നു. എന്നാൽ അവിടെ ഞാൻ വായിച്ച ഒരു പുസ്തകത്തിലുള്ളതാണ്, അവിടെ ഒരുവൻ ഈ തണുപ്പ് സഹിക്കാൻ, എന്നിട്ട് അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, കടന്നു വരൂ, നിങ്ങൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ തരാം, യേശുവിനെ ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുക. ഒരുവൻ പെട്ടെന്ന് കൈപൊക്കി എന്നെ കയറ്റാൻ പറഞ്ഞു. അവനെ പിടിച്ചു കയറ്റി. അവന് ഒത്തിരി പ്രതിഫലം കൊടുത്തു. ഇതിങ്ങനെ കണ്ടുകൊണ്ട് പടയാളികൾ, ഈ വരെ വെള്ളത്തിലേക്കിട്ട പടയാളികൾ നോക്കി നിൽക്കുക. അതിലൊരു പടയാളി ഇങ്ങനെ നോക്കി നിൽക്കുന്ന അവസരത്ത് തനിക്കൊരു ഒരു മോഹാലസ്യം പോലെ ഒരു മയക്കം വന്നു. അവൻ കാണുന്ന ഒരു കാഴ്ച എന്താണെന്നറിയാമോ? സ്വർഗത്തിൽ നിന്ന് 100 പൊൻകിരീടം, സ്വർണ്ണക്കിരീടം സ്വർഗത്തിൽ ഇറങ്ങി വരുന്നു. ഈ 99 പേരുടെയും ശിരസിന്മേൽ ആ കിരീടം വന്നു. ഒരു കിരീടം ഇങ്ങനെ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു കിരീടത്തിന്റെ ആളാണ് ഇങ്ങോട്ട് കയറി പോകുന്നത്. ഹല്ലേലൂയ. ഈ പടയാളി എന്ത് ചെയ്യുന്നറിയോ?
തൻ്റെ ആയുധം അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ആ കിരീടം എനിക്ക് വേണം, ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കുളത്തിലേക്ക് ചാടി മരിച്ചു. ഹല്ലേലൂയ. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. നമുക്കറിയാം, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ നിറഞ്ഞു വരുമ്പോൾ, ഹല്ലേലൂയ, നമുക്കറിയാം ഇവിടെ ഒരു ന്യായമായിട്ടുള്ള വിധി തന്റെ മക്കൾക്ക് കൊടുക്കുകയാണ്. കിരീടങ്ങൾ തന്റെ മക്കൾക്ക് കൊടുക്കുക. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കത് പ്രാപിപ്പാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ വെളിപ്പെടേണ്ടതാകുന്നു. അപ്പോൾ ഈ 2 കൊരിന്ത്യർ 5:10 വായിക്കുന്ന തേജസ്സിന്റെ അവിടെ എന്താ, കർത്താവിന്റെ ക്രിസ്തുവിന്റെ ന്യായാസനം. ക്രിസ്തുവിന്റെ ന്യായാസനം ആർക്ക് വേണ്ടിയുള്ളതാ? ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി കിരീടം നൽകുന്ന സമയമാണ്. ഇനി 2 മത്തായിയുടെ സുവിശേഷം 25:31 മുതൽ അങ്ങ് വായിച്ചു. ആ ആ ആ ആ ആ കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തന്റെ വലത്തുള്ളവരോട് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊണ്ടു. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊടുത്തു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ തന്നു, കടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്നു കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ കടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവ് അവരോട്, എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എനിക്ക് ചെയ്തു എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നറിയിച്ചു. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവരുടെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുന്നു. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല, അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നില്ല എന്ന് അറിയിച്ചു. അതിനവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശുദ്ധനവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു എന്ന് എപ്പോൾ കണ്ടു നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തനും നിങ്ങൾ ചെയ്യാത്തിടത്തോളം എല്ലാം എനിക്ക് ആകുന്നു ചെയ്യാറുള്ളത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മതി. ഇവിടെ ഒരു കൂട്ടത്തോട് അവിടെ കർത്താവ് എവിടെ ഇരിക്കുക? സിംഹാസനത്തിൽ. ഏത് സിംഹാസനം? തേജസ്സിന്റെ സിംഹാസനം. ശ്രദ്ധിക്കണം, മറ്റേ സിംഹാസനം ക്രിസ്തുവിന്റെ ന്യായാസനം, രണ്ടാമത്തത് തേജസ്സിന്റെ സിംഹാസനം. ഇതെവിടെയാണ് നടക്കുന്നത്? എന്തോ ഇത് സ്വർഗത്തിലാണെന്നുള്ളവർ എല്ലാവരും ഒന്ന് കൈവയ്ക്കേ. വേണ്ട, 1000 ആണ്ട് വാഴ്ചയില്ല. അതിൻ്റെ തെളിവെന്താ? കർത്താവ് 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി യഹൂദന്മാരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി തേജസ്സിൻ്റെ അവൻ മഹാതേജസ്സോടെ വരുന്ന ദിവസമാണ്. മഹാതേജസ്സോടെ വന്ന് അവൻ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കുന്നു. ഇത് ഭൂമിയിൽ നടക്കുന്നതാണ്. എന്താ തെളിവ്? ഒന്നുകൂടെ തെളിവ്.
31 ഒന്ന് വായിച്ചേ. മനുഷ്യപുത്രൻ ആ തന്റെ തേജസ്സോടെ ആ സകല വിശുദ്ധന്മാരുമായി ആ ആ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനം എന്ന് പറഞ്ഞ മഹാ തേജസ്സോടെ വരുന്നത് നമുക്കറിയാം. യെരൂശലേമിലെ ഒലിവുമലയില മഹാ തേജസ്സോടെ കർത്താവ് വരുന്നത്. മേഘത്തിൽ വരുന്ന എപ്പോഴാ? രഹസ്യവരവാ. ഇത് പരസ്യവരവാ. സകലരും കാണും. അവനെ കുത്തിത്തുളച്ചവരും സകലരും കാണും. എല്ലാവരും കാണുക അവൻ തേജസ്കരിക്കപ്പെട്ടവനായി, അവനാണ് തേജസ്സിന്റെ കർത്താവെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വരുന്നൊരു വരവാണ് ഈ ഒലിവുമലയിൽ. ഹല്ലേലൂയ. ഒലിവുമല വരുമ്പോൾ എന്താ? അവൻ എന്തിനു വേണ്ടിയാ വരുന്നത്? 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി. അപ്പോൾ തന്നെ അവിടെ ആ യെരൂശലേമൊക്കെ യുദ്ധക്കളമായി മാറും. അവൻ വന്ന് അവന്റെ ശ്വാസത്താൽ, യേശുവിന്റെ ശ്വാസത്താൽ സകല ജാതികളെയും, ഒരൊറ്റ വ്യക്തി മടങ്ങി പോവുകയില്ല. പറവോനും തന്റെ സൈന്യത്തെയും സ്വർഗത്തിലെ തമ്പുരാന്റെ ശക്തിയാൽ പെരുവെള്ളത്തിന്റെ നടുവിൽ ആ ചെങ്കടലിൽ മുഴുവൻ സകലരും, പറവോനും തന്റെ സൈന്യവും അവിടെ ചത്തറിഞ്ഞുവെങ്കിൽ ലോകത്തിലെ ഇന്ത്യക്കാരാകട്ടെ, ചൈനക്കാരാകട്ടെ, റഷ്യക്കാരാകട്ടെ, ലോകത്തെമ്പാടുമുള്ള സകല യുദ്ധ പട്ടാളക്കാരും പടയാളികളും അവരുടെ യുദ്ധ സാമഗ്രികളും എല്ലാം യെരൂശലേമിൽ തകർന്നു വീഴുന്ന ഒരു ദിവസമാണ്. അതിനുശേഷം താൻ തേജസ്സിന്റെ സിംഹാസനം വെക്കും. ഹല്ലേലൂയ. ആ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് സകല ജാതികളെയും, സ്വർഗത്തിൽ ജാതികളുണ്ടോ? സ്വർഗത്തിൽ ജാതികൾക്ക് പ്രവേശനമുണ്ടോ? ഇല്ല. അവിടെ വിശുദ്ധന്മാരേ ഉള്ളൂ. ഇവിടെ സകല ജാതികളെയും തന്റെ അടുക്കൽ കൂട്ടും. എന്നിട്ട് ആ ആ ആ ആ ആ പറഞ്ഞോ, വായിച്ചോ. രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുളിച്ചെയ്തു, ആ എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ആ ലോകസ്ഥാപനം മുതൽ ഒരു കൂട്ടരോട് പറയും അല്ലെ, വലത്തുള്ളവരോട് പറയും, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതിന്റെ ഉത്തരവുകൾ പറയുന്നുണ്ട് ഇല്ലേ? ഏതാ? ഞാൻ വിശന്നു, നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു. പിന്നെ ഞാന് നഗ്നനായിരുന്നു, നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ നോക്കി അന്വേഷിച്ചു. ഇതെപ്പോ സംഭവിക്കുന്നതാ? ഈ ചെറിയവർക്ക് ചെയ്തതെല്ലാം എനിക്ക് ചെയ്തു. അതാർക്ക് ചെയ്ത കാര്യമാ? ഇസ്രായേലിന് ചെയ്ത കാര്യമാട്ടോ. ഇത് തിരിച്ചു പറയുന്നുണ്ട് ആൾക്കാർ. ഇത് പിന്നെ ദൈവമക്കൾക്ക് കൊടുക്കുന്ന, പാർഷമാർക്ക് എന്തെങ്കിലും കൊടുക്കുന്നതാണെന്നാണ്. അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്. പാർഷമാർക്ക് കൊടുക്കുന്നതിന് വേറെ ഭാഗമുണ്ട്, വേറെ വചനങ്ങളുണ്ട്. ശരി. അപ്പോ 4:5 വായിച്ചു സിസ്റ്റർ. അവളുടെ തലയിൽ പൊൻകിരീടം, സിംഹാസനത്തിൽ നിന്നും മിന്നിലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുന്നിൽ ജലിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്ന നമ്മളവിടെ പറയുന്ന കിരീടം എന്ന് പറയുന്നത് ദൈവമക്കൾക്ക് വേണ്ടിയുള്ള കിരീടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ഏത് ഭാഗം വന്ന് പറഞ്ഞത്? ഇസ്രയേലിന് യഹൂദന്മാര് വലിയ കഷ്ടത്തിലൂടെ പോകും. ആ കഷ്ടത യാക്കോവിന്റെ കഷ്ടം എന്നാണ് പറയുന്നത്. മഹോദരവകാലം, യാക്കോവിന്റെ കഷ്ടം. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത മഹാകഷ്ടത്തിലൂടെ ഇസ്രയേൽ ജനങ്ങളും അന്ന് ഇവിടെയുള്ള ജാതിയും കടന്നു പോകും. ഈ മഹാകഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൻ തകർന്ന് തരിപ്പണമായി. അവനെ ആരും രക്ഷിക്കാനില്ലാതെ, സഹായിപ്പാനില്ലാതെ ഒരു ഓടിപ്പോക്കുണ്ട്. ബൈബിൾ പറയുന്നുണ്ട്. അത് നമുക്ക് പിന്നെയല്ല, വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. ഒരു ഓടിപ്പോക്കുണ്ട് അവർക്ക്. ആ പോകുന്ന സമയത്ത് ഇസ്രയേലിന് വേണ്ടി സഹായം ചെയ്യാൻ ഇസ്മയേലിന്റെ മക്കൾ തന്നെ, ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നില്ലേ, നമ്മുടെ ഇവിടെയുള്ള മുസ്ലിങ്ങളൊന്നും ഇസ്മയേലിന്റെ മക്കളല്ല കേട്ടോ. നമ്മൾ അബ്രഹാമിന്റെ മക്കൾ എന്ന് പറയാൻ എങ്ങനെയാണ് നമ്മൾ അബ്രഹാമിന്റെ മക്കളായത്? നമ്മൾ വിശ്വാസത്തല. യഹൂദൻ അല്ല നമ്മൾ, യഹൂദരല്ല നമ്മൾ.
പക്ഷെ നമ്മൾ ആ യേശുവിൽ വിശ്വസിച്ചു. യേശുവിലൂടെയാണ് നമ്മൾ അബ്രാഹാമിൻ്റെ മക്കളായിത്തീരുന്നത്. അപ്പോൾ അവിടെ ഇസ്രയേലിനെ സഹായിപ്പാൻ ആരുമില്ലാതെ റഷ്യ, ചൈന, ഇന്ത്യ, കിഴക്കൂന്ന് ചെല്ലുന്ന രാജാക്കന്മാരുണ്ട്. ഇങ്ങനെ ഈ രാജാക്കന്മാർ നിമിത്തമായിട്ട്, അതുപോലെ ലോകരാജ്യത്തിലെ രാജാക്കന്മാർ എന്ന് പറഞ്ഞ ഭരണകർത്താക്കന്മാർ നിമിത്തമായിട്ട് ഇസ്രയേൽ തകർന്ന് തരിപ്പണമാക്കാൻ, അവനെ പൂർണ്ണമായി തകർക്കുവാൻ ഒരു രാജാക്കന്മാർക്കും ഒരു വ്യക്തികൾക്കും കഴിയില്ല. ആമേൻ. അപ്പോ ഇസ്മായേലിന്റെ സന്തതികൾക്ക് ഒരു തോന്നൽ തോന്നും, എന്താ എടാ അത് യഹൂദൻ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ സ്വന്തം സഹോദരനാ, ഒരപ്പൻ്റെ മക്കളാ. ഇനി അവനെ ഇട്ടിങ്ങനെ വട്ട് തട്ടാനൊന്നും നമ്മൾ അനുവദിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞ് അവരെ ഒരു കൂട്ടം സഹായിക്കുന്നു. ഈ സഹായിക്കുന്നവർക്ക് എന്തുണ്ടാകും? കർത്താവായ യേശു 1000 ആണ്ട് വാഴ്ചയിൽ അവർക്കും ആ രാജ്യത്തിലേക്ക് അവകാശം കൊടുക്കുക. എന്താ പറയുന്നത്? വായിച്ചോ, പാട്ട് വായിച്ചോ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഏത് രാജ്യം? കർത്താവായ യേശുവിന്റെ ഈ ദൈവരാജ്യം, ഈ 1000 ആണ്ട് വാഴ്ചയിൽ ആ കർത്താവിന്റെ രാജ്യം ഇവിടെ ഭൂമിയിൽ സ്ഥാപിക്കുന്ന ആ രാജ്യത്തിലേക്ക് ആർക്ക് കിട്ടും? യഹൂദനെ സഹായിക്കുന്നവർക്ക്, ഈ പാവങ്ങൾക്ക്, ഈ എളിയവർക്ക് ചെയ്തതെല്ലാം നിങ്ങൾ എനിക്ക് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗ്ഗം അവർക്ക് പ്രതിഫലം കൊടുക്കുക. ഹല്ലേലൂയ. ഒരു കൂട്ടത്തോട് പറയും പൊക്കോളാൻ പറയും, അല്ലേ? നിങ്ങളുടെ തള്ളും നിങ്ങളുടെ വാചോടിയൊക്കെ ഞാൻ കേട്ടു, അതെല്ലാം എനിക്കറിയാം, എന്നാൽ നിങ്ങൾ പൊക്കോളാൻ പറയും. പക്ഷേ യഹൂദനെ അന്ന് സഹായിക്കും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഇസ്രയേലിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്, അല്ലേ? സാധാരണ നമ്മൾ ദൈവമക്കളെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്താ, ഒരു പകുതി വാക്യം പറയുമ്പോൾ അടുത്തത് നമുക്ക് അറിയേണ്ടതാണ്. യെരൂശലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. യെരൂശലേം എന്ന് പറയുന്നത് ഇസ്രയേൽ തന്നെയാണ്. സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. സമാധാനം നഷ്ടപ്പെടാൻ പോവുകയാണ്, ഇപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ പറയുന്ന തേജസ്സിന്റെ സിംഹാസനം യെരൂശലേമിൽ ഉള്ള കർത്താവായ യേശു മഹാ തേജസ്സോടെ വരുമ്പോൾ ജാതികൾക്ക് വേണ്ടി യഹൂദനെ സഹായിച്ചവർക്ക് വേണ്ടി അവിടെ ഒരു പ്രതിഫലം കൊടുക്കുന്നുണ്ട്. ഇവിടെ പറയുന്ന എന്താ, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കത് പ്രാപിപ്പാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുന്നിൽ വിളിക്കണം. അത് ദൈവമക്കൾക്ക് വേണ്ടി കിരീടങ്ങൾ കൊടുക്കുന്ന, അവരുടെ അവകാശങ്ങൾ കൊടുക്കുന്ന, അവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ആ സന്ദർഭത്തെയാണ് ഈ ന്യായവിധി, ക്രിസ്തുവിന്റെ ന്യായാസനം. രണ്ടാമത്തെ തേജസ്സിന്റെ സിംഹാസനം, അത് ജാതികളെ യെരൂശലേമിലേക്ക് വിളിപ്പിച്ച്, നമുക്കറിയാം മറ്റു പല ഭാഗങ്ങളുണ്ട്, ജാതികൾ തങ്ങളുടെ പ്രമാണങ്ങളും തങ്ങളുടെ എല്ലാ കാര്യങ്ങളുമായി യെരൂശലേമിലേക്ക് ഇശയായി വേരായവനെ അന്വേഷിച്ചു വരുമെന്ന്, അല്ലേ? എന്നാ കർത്താവായ യേശു യെരൂശലേമിൽ രാജ്യം ഭരിക്കുമ്പോൾ അന്നാളിൽ യെരൂശലേമിന് യഹോവ ശമ്മ എന്ന് പേരാകും. യഹോവയാണ് അവിടെ ഇരിക്കുന്നതെന്ന് അന്ന് അവിടെ വിളിക്കപ്പെടും. യേശു യഹോവയാണെന്ന് അന്ന് വിളംബരം ചെയ്യുകയാണ്. ലോകം മുഴുവൻ അറിയും. ഇന്ന് യേശുവിനെ രണ്ടാം കിടക്കാരനായിട്ടും, യേശുവിനെ കേവലം പുത്രനായിട്ടും, യേശുവിനെ കേവലം മനുഷ്യനായിട്ടും ചിത്രീകരിച്ചുകൊണ്ട് രണ്ടായിട്ട് മുറിച്ച് പുത്രനെ അങ്ങോട്ട് മാറ്റിവെക്കുമ്പോൾ അവൻ തന്നെയാണ് യഹോവ എന്ന് വിധി എഴുതുന്ന, വിളംബരം ചെയ്യുന്ന, ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സുദിനം വരാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ന്യായവിധി വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ വായിച്ചേ. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം. ഒന്ന് ശ്രദ്ധിച്ച ആ വാക്യം. അല്ല, അത് തന്നെ പറഞ്ഞത് ശരിയാ, വായിച്ചത് ശരിയാ. അവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ വലിയൊരു വെള്ള സിംഹാസനം അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. ഈ വെള്ള സിംഹാസനം എന്നൊക്കെ കേട്ട് കഴിയുമ്പം
ദൈവമക്കൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും. ഇത് വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നമ്മളെ കൊണ്ടുവരും, നമുക്ക് പ്രതിഫലം തരുമെന്ന്. വെള്ളസിംഹാസനത്തിൻ്റെ മുൻപിൽ വരുന്നത് ദൈവമക്കളല്ല, അവൻ നീതിമാനാണെന്നും നീതിയോടെ ന്യായം വിധിക്കുന്നവനാണെന്നും തെളിയിക്കുന്ന ഒരടയാളം അവിടെ കാണുന്നത്. അവിടെ സകല ദുഷ്ടന്മാരും വരിക. താഴ്ത്തു വായിച്ചേ. ആ, അതിലൊരുത്തനിരിക്കുന്നതും കണ്ടു. ആകാശം ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. ആ ആ നിർത്തുന്നേ. എന്താ മനസ്സിലായത്? ആബാലവൃത്തം നിൽക്കുന്നു. ആബാലവൃത്തം നിൽക്കുന്നു. എവിടെ നിൽക്കുന്നു? ഒന്നും മനസ്സിലാകുന്നില്ല. ആകാശവും ഭൂമിയൊന്നുമില്ല നിൽക്കാൻ. നമ്മളിവിടെ എനിക്ക് ഇത്ര മണ്ണുണ്ട്, അതിനകത്തൊരുത്തൻ കാല് വെച്ചാൽ ഞാൻ പണി കാണിച്ചു തരാം, അതിനു വേണ്ടി വടം വലിക്കുന്നവരുണ്ട് അല്ലേ? ഈ നമ്മൾ നിൽക്കുന്ന അടിസ്ഥാനം, നമ്മൾ നിൽക്കുന്ന ഈ അടിത്തട്ട് മാറിപ്പോകുന്നു. പിന്നെ ഇവരെവിടാ നിൽക്കുന്നത്? അല്ല, ഇവിടെ കാലെവിടെ പതിച്ചിരിക്കുന്നത്? ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി കാലെവിടെ പതിച്ചിരിക്കുന്നു? ആകാശമില്ല, ഭൂമിയില്ല. ആകാശം മറ്റവന്റെ ഏതാ? ആകാശത്തിലിരിക്കുന്ന വാവയുടെ അഹങ്കാരം കാരണം ആകാശം ചുട്ടഴിഞ്ഞു പോവുകയാണ്. അതൊരു ആകാശം ചുട്ടഴിഞ്ഞു പോകുമെന്ന. ഭൂമിയും അതിൻ്റെ പണിയും വെന്തുപോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. അത് ഭൂമിയുടെ ഇരിക്കുന്ന പാർട്ടിയുടെ പണിയുണ്ടാ. അപ്പൊ ആകാശവും ഇല്ല, ഭൂമിയിലും ഇല്ല. ഈ ന്യായവിധി സമയത്ത് ഒരു സിംഹാസനം കാണാം. അതിന്റെ മുൻപിൽ എന്താ? ആബാലവൃത്തം. ആരാ? ഒന്നുകൂടെ വായിച്ചേ, ഒന്ന് മനസ്സിലാക്കാം. ആ, മരിച്ചവർ ആബാലവൃത്തം നിൽക്കുന്നത് കണ്ടു. മരിച്ചവരാണ് അല്ലേ? അപ്പൊ മരിച്ചവർ അവിടെ വരിക രംഗത്ത് വരിക. അവരുടെ ആത്മാക്കൾ ന്യായവിധിക്കായിട്ട് അവരന്ന് ജീവിച്ചിരുന്ന പോലെ ആശ്രയിച്ച ഭൂമിയില്ല. അവരെ സഹായിക്കാൻ, അവർക്ക് സഹായം കിട്ടാൻ വേണ്ടി ഓടിയ ആ മറ്റേ മലയുണ്ടല്ലോ, ഏതാ? നമുക്ക് നമ്മളെ കുറ്റം പറഞ്ഞാൽ മതിയല്ലോ, മറ്റുള്ള ഹിന്ദുക്കളെ നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? മലയാറ്റൂർ പറയില്ലേ, അന്നാളിൽ കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പിരെന്ന് പറഞ്ഞുകൊണ്ട് മലകളിലേക്ക് ഓടും. അവരെ മറച്ചിരുന്ന, അവരെ ആശ്വസിപ്പിച്ച, ഞങ്ങൾ ഇന്ന മലയിൽ പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നത് കിട്ടി എന്ന് വീമ്പിളക്കുന്ന അവരന്ന് അവരെ സഹായിപ്പാൻ ഒരു മലയും കാണുകയില്ല, ആകാശത്തിലെ വാവ കാണുകയില്ല. ഹല്ലേലൂയ. വല്ല മനസ്സിലാകുന്നുണ്ടോ? അന്ത്യന്യായവിധി അത്. ഈ ന്യായവിധിയോടുകൂടി സകലതെല്ലാം തീരുക. ഈ ന്യായവിധി സമയത്ത് അവർ ആശ്രയിച്ചിരുന്ന ആരും, അന്ന് മനുഷ്യന്റെ ആത്മാവിനെ സ്വർഗത്തിൽ എത്തിക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ച, കർമ്മങ്ങൾ ചെയ്ത എല്ലാ പുരോഹിതന്മാരും ഇവിടെ കാണും. എവിടെ കാണും? ഈ വെള്ളസിംഹാസന മുമ്പിൽ കാണും. കള്ള ശുശ്രൂഷ ചെയ്ത, കള്ള തട്ടിപ്പ് നടത്തിയ, ദുർമാർഗം ചെയ്ത് പണം മാത്രം മോഹിച്ച് നടന്ന സകല ഭാഷമാർ വന്ന് ഇവിടെ തൂങ്ങിക്കിടക്കും. ഹല്ലേലൂയ. ഇതാണ് അന്ത്യന്യായവിധി. ഹല്ലേലൂയ. പൗലോസ് പറയുന്നത് എന്താ? ഞാൻ നല്ല പോർവൊരു ഓട്ടം തികച്ചു, വിശ്വാസം കാത്തുവെന്ന് പൗലോസ് വെറുതെ പറയുകയല്ല. നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകണം. ഒരു വലിയ ന്യായവിധി വരാൻ പോവുകയാണ്. ഈ ന്യായവിധിയിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു നിൽക്കുവാൻ പറ്റില്ല. ഈ ന്യായവിധിയിൽ നിന്ന് നമ്മളെ ശുപാർശ ചെയ്ത് ഏതെങ്കിലും വിധത്തിൽ നമ്മളെ രക്ഷിക്കുവാനും ഈ ലോകത്തിന് ഒരു മതപുരോഹിതനും ഒരു സന്യാസിക്കും ഒരു വ്യക്തിക്കും കഴിയില്ല. ആരും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. അന്ന് ആരുടെ ശുപാർശ നടക്കുകയില്ല. ഹല്ലേലൂയ. നീതിയുള്ള ന്യായാധിപതിയായി അവൻ വെളിപ്പെടുന്നു. ഹല്ലേലൂയ. അതാണ് മൂന്നാമത്തതായിട്ടുള്ള 3 വെളിപ്പാട് 20:11 മുതൽ
ഇതിനെ എന്ത് പറയും? വെള്ള സിംഹാസനം. വെള്ള സിംഹാസനം. ഞാനൊരിക്കലേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം ഒരു സഭയിൽ പോവുക, കുറച്ച് വിശ്വാസികളുണ്ട്. എന്നെ അങ്ങോട്ട് എനിക്ക് സഭാചാർജ് തന്ന് പോയതാണ്. ഒരു പെന്തക്കോസ്ത് സഭയാണ്. ആ പെന്തക്കോസ്ത് സഭയിൽ ഞാൻ ആദ്യം പോകുമ്പോൾ അവിടുത്തെ സഭയുടെ സെക്രട്ടറി മൂപ്പനും ഒക്കെ പ്രാർത്ഥിക്കുകയാണ്. പുള്ളിയെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. പുള്ളി പ്രാർത്ഥിക്കുക, കർത്താവേ, ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവദാസനെ ആ വെള്ളസിംഹാസൻ്റെ മുമ്പിൽ വെച്ച് കാണാൻ ഇടയാക്കണമേ. വെള്ളസിംഹാസന മുമ്പിൽ ഞങ്ങളെല്ലാവരും നിൽക്കുവാനുള്ള ഭാഗ്യം തരണമേ എന്ന്. ഞാൻ ഞെട്ടിപ്പോയി. ഈ അച്ചായന് മാത്രം പോയാൽ പോരെ, എന്നേക്കൂടെ വലിച്ചുകൊണ്ട് പോകണമെന്നാണ് പുള്ളിയുടെ നിർബന്ധം. ഈ വെള്ളസിംഹാസനം ആർക്ക് വേണ്ടിയുള്ളതാണെന്ന് അറിയത്തില്ല. വെള്ളസിംഹാസനം ദൈവമക്കൾക്ക് വേണ്ടിയുള്ള വെള്ളസിംഹാസനമല്ലേ, ദൈവമക്കൾക്ക് വേണ്ടിയുള്ള. അത് നമ്മൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ബൈബിളിലേ വെള്ളക്കുതിര കടന്നു വരുന്ന ഇതുകൊണ്ട് പറയുന്നുണ്ട് അല്ലേ? 6-ാം അധ്യായത്തിലൊന്ന് വായിച്ചേ, വെളിപ്പാട് ദിവസം 6-ാം അധ്യായം. അപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. ആ ആ അവനൊരു കിരീടം ലഭിച്ചു. ആ പുറപ്പെട്ടു. ഇവിടെ ഒരു വെള്ളക്കുതിരപ്പുറത്ത് ഒരു പാർട്ടി വരുന്നുണ്ട്. ആരാ? വെള്ളക്കുതിരപ്പുറത്തല്ലേ വരുന്നത്? ആരാ? എന്തോ എന്തോ ശബ്ദത്തിൽ പറഞ്ഞോ എനിക്ക് എഴുതി എന്തോ എതിർ ക്രിസ്തു. അത് തന്നെ. അത് ഉച്ച ശബ്ദത്തിൽ പറയണം. ഞാൻ പ്രായമായി വരികയല്ലേ, നമ്മൾ പിന്നെ ഈ ചെവിയുടെ ഒക്കെ കേൾവി ഒരല്പം ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. എതിർ ക്രിസ്തു ഇവൻ തെറ്റിദ്ധരിക്കും. ഏതാ? അവൻ ജയിക്കാനായിട്ട് വരിക, കിരീടമുണ്ട് അല്ലേ? അവൻ വെള്ളക്കുതിരപ്പുറത്താണ് കയറി വരുന്നത്. വെള്ളക്കുതിരപ്പുറത്ത് കയറി വരുന്നത് യേശു അല്ലാതെ പിന്നെ ആരാ? തെറ്റിദ്ധരിക്കും അല്ലേ? അതിനാ ബൈബിളിലൊരു വാക്യമുണ്ട്, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം കിട്ടുമെന്ന്. ഇവന്റെ നമ്മുടെ അടുത്ത് ദൈവമക്കളുടെ അടുത്ത് വരുന്നത് എങ്ങനാ? നല്ല വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് ക്ലീശ ചെയ്ത് പാഷമാരായിട്ടേ വരുള്ളൂ. ദൈവമക്കളുടെ അടുത്ത് പ്രവേശനം കിട്ടണമെങ്കിൽ ആരാ? സ്തോത്രം വേണം, ആമേൻ വേണം, ഹല്ലേലൂയ വേണം, അന്യഭാഷ വേണം, കണ്ണടച്ച് പ്രവചനം വേണം, പാഷന്റെ എല്ലാ കോലവും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് ദൈവദാസനല്ല. ദൈവദാസനെ ഒന്നും ഇറക്കി വിടരുത്. ദൈവദാസൻ കയറിയിരിക്കുന്ന ദൈവദാസ അല്ലേ? പക്ഷെ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്ന അവസരത്തിൽ അവർ പരീക്ഷിച്ചു എന്നാണ്. അവർ നോക്കി. ശൂനേങ്കാരി എന്താ പറഞ്ഞത്? ശൂനേങ്കാരി അതുവഴി ഒരു മനുഷ്യൻ നടന്നു പോകുന്നുണ്ട്. പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ശൂനേങ്കാരി തൻ്റെ ഭർത്താവിനോട് എന്താ പറഞ്ഞത്? ഇതിലൂടെ ഒരുവൻ കടന്നു പോകുന്നുണ്ട്, അവനെ കണ്ടിട്ട് അവനൊരു ദൈവമകനാകുന്നു എന്ന് സംശയമൊന്നുമില്ല. ഇനി അവൻ അതുവഴി കടന്നു വരുമ്പോൾ അവനൊന്ന് വിശ്രമിക്കാൻ നമ്മൾ റൂം ഉണ്ടാക്കി കൊടുക്കാം. അവൻ ദൈവമകനാ കണ്ടോ? മനസ്സിലാക്കി. പല ദിവസങ്ങൾ അവൻ്റെ സകല ലക്ഷണങ്ങളും കണ്ട്, അവൻ്റെ ഇടപാടുകൾ കണ്ട്, അവൻ്റെ നോട്ടം കണ്ട്, അവൻ്റെ ചിന്ത പ്രവൃത്തി കണ്ട് മനസ്സിലാക്കണം. അതാണ് ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ ഒന്ന് വിവേചിച്ചറിയണം. ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ ഒന്ന് വിവേചിച്ചറിയണം. നമ്മളിതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഒരിക്കൽ നമ്മുടെ നെടുങ്കണ്ടത്ത് ഒരു ഭാഷ ഞാൻ പരിചയപ്പെട്ടായിരുന്നു. നെടുങ്കണ്ടത്ത് വന്നതാണ്. അങ്ങനെ പലരും വരും കേട്ടോ. നമ്മൾ മറ്റാരെയും കുറ്റം പറഞ്ഞ നമ്മളൊക്കെ അത്ര വലിയ ഭയങ്കര ഇത് ഒന്നുമുള്ള അല്ലല്ല. നമുക്ക് തെറ്റ് സംഭവിക്കാം. യേശു യൂദയും കൂട്ടിക്കൊണ്ട് നടന്നതാണ്. യേശുവിനറിയായിരുന്നു. ഈ പുള്ളിക്കാരന് എൻ്റെ പേര് ഞാനൊന്ന് പറയുന്നത് നിങ്ങളിൽ പലർക്കും അറിയാം. കണ്ടാൽ നല്ല മിടുക്കനാണ്. നമ്മുടെ തോമസ് പാഷ എന്നോട് പറഞ്ഞു, പാഷ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊരു ദൈവദാസൻ വന്ന് തൃത്തത്തിൽ നിന്ന് വന്നിട്ടുണ്ട്, അത് യേശു നാമത്തിൽ സ്നാനപ്പെട്ടു, അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് പ്രോഗ്രാം നടത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തോമസ് പാഷ പറഞ്ഞിട്ടുള്ള പലരെയും ഞാൻ ഇവിടെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ആരെയും വിളിക്കാതിരുന്നിട്ടില്ല. അതുപോലെ ഇദ്ദേഹത്തെ ഞാൻ വിളിക്കാനായിട്ട് വിളിച്ചു. ഫോൺ വിളിച്ചപ്പോൾ ആദ്യം കേൾക്കുന്നത് എന്താണെന്നറിയാം? നിങ്ങൾ ആരാ? നിങ്ങളുടെ ഉദ്ദേശം എന്താ? നിങ്ങൾ ആരാണെന്ന്? നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന്? നിങ്ങൾ ആരായി വിളിക്കുന്നത് എന്ന് ഇച്ചിരി ചൂടായി സംസാരിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഹലോ ആരായത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ആരായത്.
നിങ്ങളുടെ ഉദ്ദേശം എന്താ എന്ന് ചോദിച്ചത് ആരാ? ഈ പുള്ളിയല്ല, പാഷല്ല. റിംഗ് ടോൺ ഇട്ടിരിക്കുക ഇങ്ങനെ. അപ്പം തന്നെ നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ ആരാണെന്ന്. ഞാൻ പറഞ്ഞു, പാഷേ ഞാൻ ഇന്നയാളാണ്, ജോയ് പാഷ, ഇന്ന ദിവസം ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട് കൊച്ചിയിൽ, വരാൻ പറ്റുമോ? വരാം പാഷേ, ഞാൻ വരാം. എന്നാണെന്ന് ചോദിച്ചു. ഞാൻ ഡേറ്റും പറഞ്ഞു. ഇങ്ങനെ കാത്തിരിക്കുക പുള്ളിയെ വരാൻ. തക്ക സമയത്ത് വരുന്നതിന് കുറച്ച് മുമ്പ് ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ തോമസ് പാഷയോട് പറഞ്ഞു, പാഷേ അദ്ദേഹത്തെ ഞാൻ മീറ്റിംഗ് ഇവിടെ ക്രമീകരിച്ചു, അദ്ദേഹം വരുന്നില്ല. പാഷ ഇനി അദ്ദേഹത്തെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം മരിച്ചുപോയെന്ന് പറഞ്ഞു. അദ്ദേഹം മരിച്ചുപോയി. പിന്നീടാണ് ഇത് എങ്ങനെ മരിച്ചു എന്നുള്ളത് പിന്നീട് അറിഞ്ഞത്. എന്താ, അദ്ദേഹം തമിഴ്നാട്ടിൽ പോയി. ഇപ്പോഴുണ്ടല്ലോ ഈ അവിടെ കനകക്കട്ട കിട്ടും, സ്വർണം കിട്ടും, ഉന്നയാളുടെ കയ്യിൽ കോടിക്കണക്കിന് വിലയുള്ള ഒരു സാധനം ഇരിപ്പുണ്ട്, അത് അവിടെ നിന്ന് എടുക്കണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഒരു പിരിവ് വേണം, അതെടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അളിയൻ അവിടെ ഒരു പാഷ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം താമസിച്ചിട്ടുണ്ട്. അദ്ദേഹം ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ചു. അദ്ദേഹത്തിന് കിട്ടുന്ന പെൻഷൻ 30% ഈ സ്വർണ്ണക്കട്ട എടുക്കാൻ വേണ്ടി പുള്ളി മേടിച്ചുകൊണ്ട് പോയി. പിന്നീട് അറിഞ്ഞത് തമിഴ്നാട്ടിൽ പുള്ളി തമിഴ്നാട്ടിൽ മിക്കവാറും പോകും, അവിടെ വെച്ച് ആരോ ഈ സ്വർണത്തിൻ്റെ പേരിലാണോ എന്തിനാണെന്നോ ആരോ ഒരു ഒറ്റ ചവിട്ട് വെച്ച് കൊടുത്തു. ആ ചവിട്ട് കൊണ്ട് അദ്ദേഹം ചത്ത വീണത്. നല്ല വർമ്മത്താണ് കൊടുത്തത്. എന്തിനു വേണ്ടി പോയതാ? ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണം, സുവിശേഷത്തിന് വേണ്ടിയല്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാവരെയും നമ്മൾ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയൊന്ന് നിങ്ങൾ ശോധന ചെയ്യണം, പരിശോധിക്കണം. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം കിട്ടും. അപ്പോൾ ഇവിടെ വെള്ളക്കുതിരെ പുറത്ത് വരുന്നത് ഒന്നും കർത്താവല്ല. ഇനി വെളിപ്പാട് പുസ്തകം 19 അധ്യായം എടുത്തേ. 19 11 വായിച്ചേ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷനായി. അവിടെ അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ. മതി. 19 അധ്യായം 11 വാക്യത്തിൽ പറയുന്ന വെള്ളക്കുതിരപ്പുറത്ത് കയറി വരുന്നവൻ കർത്താവായ യേശുവാണ്. 6 അധ്യായത്തിൽ പറയുന്ന വെള്ളക്കുതിരപ്പുറത്ത് കടന്നു വരുന്നവൻ എതിർ ക്രിസ്തുവാണ്. ഇത് മനസ്സിലായിക്കണം കേട്ടോ. ഹല്ലേലൂയ. അപ്പോൾ എന്തെങ്കിലും കണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഹല്ലേലൂയ. അപ്പോൾ അവസാനം വരുന്ന വെള്ളസിംഹാസനം സകലരും വരും, ആബാലവൃദ്ധം ജനം വരും. അവിടെ സകല ദുഷ്ടന്മാരും ചതിയന്മാരും രാജാക്കന്മാരും പുരോഹിതന്മാര്, എല്ലാ പുരോഹിതന്മാരും എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, ദൈവജനത്തിന് വിരുദ്ധമായിട്ട് നിൽക്കുന്ന പാസ്റ്റർമാര്, ബിഷപ്പുമാര്, സഭയുടെ മെയിൻ അധ്യക്ഷന്മാര്, സകലരും അവിടെ വരും. എന്തിനു വേണ്ടി? അന്ത്യന്യായവിധിക്ക് വേണ്ടി. അന്ത്യമായി ന്യായം വിധിച്ച് അവന് നിത്യമായ ദണ്ഡനം, നിത്യനാശം ഇല്ല കേട്ടോ. അതും നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിത്യനാശം. എല്ലാവരും നിത്യമായിട്ട് എല്ലാവരും അങ്ങ് നശിച്ചു പോവുകയാണെങ്കിൽ മൃഗം ചാകുന്ന പോലെ മൃഗത്തിന് പിന്നെ ആത്മാവില്ല. മൃഗം ചാകുന്ന പോലെ അങ്ങ് ചാകുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മളിങ്ങനെ യേശുവിനെ ഒന്നും ആരൊക്കെയാലും ചാകും. അതിനോടുകൂടി മനുഷ്യൻ്റെ അവസ്ഥയെല്ലാം തീരുകയാണല്ലോ. അപ്പം ജീവിക്കുന്ന സമയത്ത് അടിപൊളിയായിട്ട് അങ്ങ് ജീവിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മനുഷ്യന് നശിക്കാത്ത ഒരു ആത്മാവുണ്ട്. ഒന്നെങ്കിൽ വചനത്തിനനുസരിച്ച് പോയാൽ എന്താ, നിത്യമായ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം, അല്ലെങ്കിൽ നിത്യമായ ദണ്ഡനം. ഈ കത്തുന്ന തീപ്പൊയ്ക്ക ഏതാ? കെടാത്ത തീയും ചാകാത്ത പുഴു. കെടാത്ത തീയും ചാകാത്ത പുഴു. ഈ കെടാത്ത തീക്കകത്ത് ചൂടുള്ളതിനകത്ത് ചാകാത്ത പുഴുക്കൾ ഉണ്ടാവോ? ലാവയ്ക്കകത്തുനിന്ന് പുഴുക്കൾ ഉണ്ടായെന്നാ പറയുന്നത്. ഞാനേ കൊച്ചിയിലൊരിടത്ത് താമസിക്കും. ഒരു അധികം വൃത്തിയൊന്നുമുള്ള സ്ഥലമല്ല. എനിക്കന്ന് അവിടെ വാടക, പ്രത്യേകിച്ച് ഈ വിശ്വാസികൾക്ക് അന്ന് വാടകയ്ക്കൊന്നും ആരും തരികയില്ല. പിന്നെ ഏതെങ്കിലും ഞാൻ
വടുതല ഞാനൊരു ഷാപ്പിലാണ് എനിക്ക് ഞാനും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുഞ്ഞും താമസിക്കാനായിട്ട് വീട് തന്നില്ല. ആരും വീട് തന്നില്ല. വലിയ വീടുകൾ എടുക്കാനുള്ള പൈസയും ഇല്ലായിരുന്നു. അവിടെ ഒരു ഷാപ്പുകാരൻ പറഞ്ഞു, തോമസ് എന്നാണ് അവളുടെ പേര്, ഭാര്യയുടെ പേര് ഉഷ, ഭാര്യ ഹിന്ദുവാണ്. ആ സഹോദരി പറഞ്ഞു, ബ്രദറെ നിങ്ങൾക്ക് ഞങ്ങൾ റൂം തരാം, ഞങ്ങളുടെ ഒരു ഷാപ്പ് കടയാണ്, അതിൻ്റെ തൊട്ടടുത്തൊരു റൂമുണ്ട്, അത് വേണേൽ നിങ്ങൾ എടുത്തോളൂ. ഞാൻ പറഞ്ഞു താമസിച്ചോളാന്ന് പറഞ്ഞു. ഞാൻ ആ ഷാപ്പിനകത്ത് താമസിച്ച് വിശേഷം വരെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടുത്തെ വലിയ മാന്യന്മാർ തന്നില്ല, വീടൊന്നും വാടകയ്ക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ ഇവിടെ ഞാൻ താമസിക്കുന്ന അവസരത്തിലേ അഴുക്ക് മലിനമായ ഓടയ്ക്കകത്തുനിന്ന് ഒരു പുഴു കയറി വരുന്നുണ്ട്. ഒരു പ്രത്യേക പുഴുവാണ്. ഞാൻ അതിന് മുമ്പും കണ്ടിട്ടില്ല, അതിന് ശേഷവും കണ്ടില്ല, അതിന് മുമ്പും കണ്ടില്ലാത്തൊരു പുഴു. ഇവൻ കയറി വരുന്ന കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു അവനെ കത്തിച്ച് കളയാം. ഞാനൊരു പേപ്പർ കൊണ്ടുവന്ന് ചുരുട്ടി തീ വെച്ചു. സാധാരണ തീ ഇങ്ങനെ വെക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ചാകേണ്ടതാണ് അല്ലേ? ഞാൻ തീ വെച്ചു. തീ വെച്ചിട്ട് അത് കത്തിയില്ല, അത് ചത്തില്ല. തീ നല്ലപോലെ തീ കത്തി. അതിനകത്ത് ആ ചൂടിനകത്ത് അത് ഇരുന്നു. ചൂടിനകത്തിരുന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞു, പിന്നെയും കത്തിച്ചായിട്ടു. കുറച്ച് കഴിഞ്ഞത്തിനും അത് ഇഴഞ്ഞ് പിന്നെയും പോകുന്നു. ഒരു പ്രത്യേക ഷേപ്പുള്ള ഒരു പുഴുവാണ് കേട്ടോ. പിന്നെ അത് ഇഴഞ്ഞു പോവുക. നല്ല ചൂട് കൊടുത്തു, കത്തിയില്ല. പിന്നെ അവസാനം ഞാൻ മണ്ണെണ്ണ കൊണ്ടൊഴിച്ചു, എന്നിട്ട് കത്തിച്ചു. എന്നിട്ടും അത് ഇഴഞ്ഞു പോവുക ഈ ചൂടിൻ്റെ പുറത്തൂടെ. ഒരു വിധത്തിൽ ഞാൻ അതിനെ തല്ലി ശരിയാക്കി കത്തി കൊണ്ട് കീറി മുറിച്ച് അതിനെ കത്തിച്ച് കളഞ്ഞു. പിന്നെ ചത്തിട്ടുണ്ടോ, അതിൻ്റെ മുറി വേറെ എവിടെയെങ്കിലും പോയോന്നൊന്നും പിന്നെ നോക്കാനൊന്നും പോയില്ല. അപ്പം കെടാത്ത തീക്കകത്ത് ചാകാത്ത പുഴു ഉണ്ടാകുമെന്ന് ഉള്ളത് വ്യക്തമാണ്. അവിടേക്ക് ഒരു വലിയ ദണ്ഡനത്തിലേക്ക് സകലരും പോകും എന്നുള്ളത് അറിയാം. എന്നുള്ളത് കൊണ്ടാണ് കർത്താവായ യേശു മാത്രമേ ഉള്ളൂ രക്ഷകൻ. അവനെ പിൻപറ്റണം, അവനെ ആരാധിക്കണം, അവന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കണം, അവനെ ഒന്നാം സ്ഥാനം കൊടുത്ത് മുൻപോട്ട് പോകണമെന്ന് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ മുൻപോട്ട് പോകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ 68-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പ്രകാരം എന്താ? 58 പറയുന്ന പ്രകാരം അവിടെ പറയുന്നത് ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ന്യായവിധി ഒന്നും ഒരു മനുഷ്യൻ ഇവിടെ ചിലപ്പോൾ കുറച്ച് നാൾ ശിക്ഷ ഇടുവായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ പീഡയുണ്ടാകും, പല പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ന്യായം വിധിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അന്ത്യന്യായവിധി, അന്ത്യവിജയം യഥാർത്ഥമായി ജീവിക്കുന്ന വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി, വിശുദ്ധിയും വേർപാടും നീതിയുമുള്ളവരായി കർത്താവിന് വേണ്ടി കീജയം വിളിച്ചുകൊണ്ട്, കർത്താവിനെ ആരാധിച്ചുകൊണ്ട്, കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, സകല മഹത്വവും കർത്താവിന് കൊടുത്തുകൊണ്ട്, അതേ കർത്താവെ നീ അല്ലാതെ ഒരു നന്മയും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുന്ന ജനത്തിനാണ് അവസാന വിജയം, അന്ത്യവിജയം. അവരാണ് അവസാനം ഈ ലോകം ഭരിക്കുന്നത്. ദൈവമക്കളോട് ഭരിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, പണ്ട് ഇവിടെ ഈ സിംഹള ലഹള നടന്നു അല്ലേ? പ്രഭാകരനും തൻ്റെ കൂട്ടരും ധാരാളം രാഷ്ട്രീയ നേതാക്കന്മാരെ എന്ത് ചെയ്തു? അവർ കൊന്നുകളഞ്ഞു. അവർക്ക് എന്ത് കിട്ടണം? ഒരു രാജ്യം കിട്ടണം. അതിനുവേണ്ടി ധാരാളം പേര് മരിച്ചു. അതിനുവേണ്ടി അവർക്കൊരു രാജ്യം കിട്ടാൻ വേണ്ടി ധാരാളം പേര് മരിച്ചു. ആ മരിച്ചവരൊക്കെ ഇനി അവർക്കൊരു രാജ്യം കിട്ടിയാൽ എന്തെങ്കിലും കിട്ടുകയാണെന്ന് വെച്ചു. കിട്ടിയാൽ ആ രാജ്യത്തിൽ അവർക്ക് വല്ലതും വരാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യാശയുണ്ട്. കർത്താവിയുടെ ഒരു രാജ്യം ഒരുക്കും. മരിച്ച വിശുദ്ധന്മാരെല്ലാം ഒരു ദിവസം ഉയർക്കും. അവർ മൺമറഞ്ഞ് അവരെ ശവക്കല്ലറകളിൽ അടക്കിയാലും ആ കല്ലറ ഒരു ദിവസം തുറക്കപ്പെടും. അവിടെ നിന്ന് അവർ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോടുകൂടെ 1000 ആണ്ട് വാഴ്ച എന്നുള്ളത് അവർക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളായിരിക്കും നമ്മൾ വളരെ ഭയഭക്തിയുള്ളവരായി, ദൈവത്തോട് കടപ്പാടുള്ളവരായി ജീവിക്കുവാനായിട്ട് ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ഈ 3 ന്യായവിധിയെക്കുറിച്ച്, ഒന്നാമത്തെ ന്യായവിധി ആർക്ക് വേണ്ടിയുള്ളതാ? ദൈവമക്കൾക്ക് വേണ്ടി. അതിനെന്ത് പേര് പറയും? ക്രിസ്തുവിന്റെ ന്യായാസനം. പിന്നുള്ള ന്യായവിധി ആർക്ക് വേണ്ടിയുള്ളതാ? തേജസ്സിന്റെ സിംഹാസനം. ആർക്ക് വേണ്ടിയാ? ജാതികൾ, യഹൂദനെ സഹായിക്കുന്ന ജാതികൾക്ക് അവരെ ഈ രാജ്യം അവകാശമാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് 1000 ആണ്ട് വാഴ്ചയിൽ അവരുണ്ടാകും. പിന്നെ മൂന്നാമത്തെ ന്യായവിധി ആർക്ക് വേണ്ടിയുള്ളതാ? സകല ദുഷ്ടന്മാർക്കും വേണ്ടി, സകലരും. അന്ത്യന്യായവിധി. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ?
നിത്യയുഗായുഗമായിട്ട് സ്വർഗത്തിലെ കർത്താവുമായിട്ട് പിന്നെ മരണമില്ല, ദുഃഖമില്ല, രോഗമില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവിടെ നിത്യയുഗായുഗമായിട്ട് വസിക്കുക. ഈ കഴിഞ്ഞ ദിവസമേ ഒരു പ്രാർത്ഥനയിൽ നമ്മുടെ ഒരു സഹോദരി ചോദിച്ചു, തൻ്റെ മകൻ പറഞ്ഞു, അമ്മേ, ഈ നമ്മൾ അവസാനം എല്ലാവരും മരിച്ച് കഴിഞ്ഞ് പിന്നെ ഉയർത്തെഴുന്നേറ്റ് നിത്യമായിട്ട് മരണമില്ലാത്തൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയല്ലേ കർത്താവിനോട്. അതെ, അപ്പം ഇങ്ങനെ എല്ലാം നിത്യയുഗായുഗമായിട്ട് ഇങ്ങനെ മരണമില്ലാതെ വേറെ ഒരു പണിയുമില്ല അവിടെ, പിന്നെ എന്താ സുഖമായിട്ട് ഇങ്ങനെ ഒരു പണിയുമില്ലാതെ ഒന്നുമില്ലാതെ അവിടെ ഇങ്ങനെ കഴിയുമ്പം ബോറടിക്കുകയില്ലെന്ന് ബോറടിക്കുകയില്ലെന്ന്. എത്ര നാളാണ് ഇങ്ങനെ? എനിക്ക് ഒരു നിമിഷം വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ലെന്ന് അവനെ, ഒരു നിമിഷം വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല. അവിടെ ഇങ്ങനെ വെറുതെ സമാധാനമാണെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഇരുന്നാൽ ബോറടിക്കുകയില്ലെന്ന്. അടിക്കുമോ? ഇല്ല. കാരണം അവിടെ കർത്താവിൻ്റെ കൂടെയാണ്. അവിടെ ഇന്ന് കാണുന്ന കാഴ്ചയല്ല നാളെ കാണുന്നത്, ആണോ? ഓരോ ദിവസവും പുതിയ പുതിയ അനുഭവങ്ങൾ. ഹല്ലേലൂയ. ഓരോ ദിവസവും ഈ ആയിരക്കണക്കിന് വർഷങ്ങൾ അവിടെ കോടാനുകോടി വർഷങ്ങൾ ജീവിക്കുമ്പോഴും ഒരിക്കലും എന്താ ഇന്നത്തെ അനുഭവമല്ല നാളത്തെ അനുഭവം, നാളത്തെ അനുഭവമല്ല നാളെ കഴിഞ്ഞത്തെ അനുഭവം. ഓരോ ദിവസവും നമ്മളെന്താ പുതിയ പുതിയ അനുഭവത്തിലൂടെ സന്തോഷത്തിന്റെ ആ വലിയ വലിയ ആ മഹത്വം നമ്മുടെ തലമേലുണ്ടാകും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ സന്തോഷം എന്ന് പറഞ്ഞാൽ ദുഃഖം അവിടെ ഇല്ല, രോഗം അവിടെ ഇല്ല, അല്ലെങ്കിൽ അവിടെ ബോറടി ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഭാഗ്യപദവിയിലേക്കാണ് നമുക്ക് കർത്താവ് വിളിച്ചിരിക്കുന്നത്. ആ ഭാഗ്യപദവിയിൽ നമ്മളാകുവാൻ കർത്താവ് എല്ലാവരും ഒരുക്കട്ടെ. ആരും നഷ്ടമാകരുത്. കർത്താവിൻ്റെ ആയത്തിൽ പോകുവാൻ ഒരുക്കമുള്ളവരായി നമ്മുടെ ജീവിതം നമുക്ക് നയിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.